സോ കൊന്നിച്ച സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ബ്ലാക്ക് ലോന്റെ 2 കില്ല ചാപ്റ്റേഴ്സ് ആണ്. 342ഉം 343ഉമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. വീഡിയോ തുറക്കുന്നതിന് മുമ്പ് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. ഇനി എന്തായാലും നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കാം. യാമി ക്ലാൻ എന്നായിരുന്നു ഞങ്ങളുടെ ക്ലാന്റെ പേര്. ഞങ്ങളുടെ പൂർവികരൊക്കെ അസാസിൻസും ആയിരുന്നു. അവരെ കൈജിൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പണ്ടത്തെ യുദ്ധസമയങ്ങളിൽ ഞങ്ങൾ യുദ്ധത്തിന്റെ മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ലാൻഡ് ഓഫ് സണ്ണിലെ റിയൂഡക്ലൻ ഭരിച്ചിരുന്ന ഒരു സ്ഥലം ഞങ്ങൾക്ക് വേണ്ടി തന്നു. ലെജൻസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു നാൾ ഇവിടേക്ക് ഒരു 5 തലയുള്ള ഡ്രാഗൺ വന്നിരുന്നു. അതിനെ കൊല്ലാനായിട്ട് സ്വർഗത്തിൽ നിന്ന് ഒരു മേഡനും വന്നു. അവനെ കൊന്നു കഴിഞ്ഞപ്പോൾ ആ ഡ്രാഗൺ ഈ കടലിൽ വീണ് ആ ഡ്രാഗന്റെ ചോര കൊണ്ടാണ് ഈ യൂറോപ്പ് മുഴുവൻ മാറി മറിഞ്ഞത്. അതുകൊണ്ടാണ് ഇവിടുത്തെ കടൽ കറുത്തിരിക്കുന്നത്. ഇവിടെ സ്പേസും ടൈമും എല്ലാം ബെൻഡ് ചെയ്യപ്പെടാറുണ്ട്. അത് മാത്രമല്ലാതെ ഈ കടൽ നേരെ ഹെല്ലുമായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇതൊന്നും തന്നെ ശരിയല്ല. നമ്മുടെ പൂർവികരൊക്കെ എന്ത് അഭിമാനത്തോടെയാണ് ജീവിച്ചത്. നമ്മളെ ആർക്കും വേണ്ടാതെ കിടക്കുന്ന ഒരു സ്ഥലം ചുമ്മാ കാത്തോണ്ടിരിക്കുന്നു, ഒരു കാവൽ നായ പോലെ. നമ്മുടെ ശരീരത്തിലുള്ള ചോരയും നമ്മുടെ യൂറോപ്പൊക്കെ കിടന്ന് കാറുമാണ് ഒരു ഫൈറ്റിന് വേണ്ടി. നിനക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല യാമി? പിന്നെ നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്. ഇതൊക്കെ കിടന്ന് കാറുന്ന ഒരേ ഒരാൾ അച്ഛനാണെന്നുള്ള കാര്യം ഓർത്ത്. എന്തുവാണ് നീ പറഞ്ഞത്? അപ്പൊ തന്നെ ഈച്ചക ഓടി നമ്മുടെ യാമിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പുള്ളിക്കാരി അവളുടെ അച്ഛനെ നോക്കി വളരെയധികം സഹതാപത്തോടുകൂടി അച്ഛാന്ന് വിളിക്കുന്നു. പുള്ളിക്കാരൻ അത് കണ്ട് കുറച്ചു നേരം ഒന്ന് അനങ്ങാൻ നിൽക്കും. പക്ഷെ എന്നിട്ട് പുള്ളിക്കാരന് നന്നായിട്ട് തന്നെ ദേഷ്യം വരും. എന്നിട്ട് പറയുന്നിട്ട്, നീ നിന്റെ തള്ളയുടെ അതേ രൂപം തന്നെയാണ്, നിന്നെപ്പോലുള്ള സാധനത്തിന് ഞങ്ങൾക്ക് ഇവിടെ ആവശ്യമില്ലെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകാൻ നേർത്ത് യാമി അത് തടയുന്നുണ്ട്. യാമിയുടെ മാജിക് ഒക്കെ അപ്പൊ പുറത്തായിട്ട് വരുന്നുണ്ട്. ഇത് കാണുന്നത് പുള്ളിക്കാരെ കിടന്ന് കാണുന്നുണ്ട്. അത് തന്നെ നിന്റെ യൊറുക്കൊക്കെ പുറത്തോട്ട് വരണം. നമ്മുടെ ക്ലാൻ റീഡിന്റെ മകന് കുറെ അധികം യൊറുക്കും ഉണ്ട്, പക്ഷെ നിനക്ക് അതിൽ കൂടുതലുണ്ട്. അടുത്ത ഡീമൻ കോഡ് നീയാണ് യാമി. പിന്നെ കുന്ത ഞാൻ പോണെന്നും പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ ഈ ചിക്കനെ വിളിച്ചുകൊണ്ട് ഫിഷിങ്ങിന് വേണ്ടി പോകുവാണ്. യാമി എന്നിട്ട് ഒരു ഡീമൺ ടൈഗർ പഫർ ഫിഷിനെ പിടിക്കുന്നുണ്ട്. പുള്ളിക്കാരുടെ ഫിഷിങ് ചെയ്യാനായിട്ട് ഭയങ്കര അധികം ഒരു കഴിവുണ്ട്. പുള്ളിക്കാരൻ എപ്പോൾ ചൂണ്ടിട്ടാലും പുള്ളിക്കാരൻ മീൻ കിട്ടും. പക്ഷെ ഈ സാധനമാണെന്ന് മാത്രം. പെട്ടെന്ന് അവിടേക്ക് ഒരാൾ വരുന്നുണ്ട്. അത് മറ്റാരുമില്ലായിരുന്നു, നമ്മുടെ റിയു ആയിരുന്നു. അപ്പൊ തന്നെ നമ്മുടെ യാമി പറയുന്നുണ്ട്, നീ കുറെ നേരം ഇവിടെ കുത്തി നിന്ന് നിന്റെ ഉടുപ്പ് ഒന്നും അഴക്കാക്കല്ലേ. അതെന്ത് വർത്താനാണ് യാമി? ഞാൻ നീ ഫ്രണ്ട്സ് അല്ലേ? അത് മാത്രമല്ലാതെ എനിക്ക് ചൂണ്ടയിടാനും വളരെ ഇഷ്ടമാണ്. എടാ സത്യമാണ്, എനിക്ക് ചൂണ്ടയിടാനൊക്കെ ഇഷ്ടമാണ്. പക്ഷേ നമ്മുടെ റാങ്ക്സ് രണ്ടും നല്ല ഡിഫറൻസ് ഉണ്ട്. അത് നീ മനസ്സിലാക്കണം. യാമി എന്തുവാടാ പറയുന്നത്? നിനക്കറിയാലോ എന്റെ സ്വപ്നം. ഈ ഒരു കൺട്രി എനിക്ക് നല്ലൊരു പാരഡൈസ് ആക്കി മാറ്റണം. അവിടെ ആയിട്ട് ആർക്കും തന്നെ ഒരു വേർതിരിവും ഉണ്ടാവാൻ പാടില്ല. യൂറോപ്പിന്റെ കാര്യത്തിലാണെങ്കിലും റാങ്കിന്റെ കാര്യത്തിലാണെങ്കിലും ലുക്കിന്റെ കാര്യത്തിലാണെങ്കിലും ഒന്നും തന്നെ നടക്കും. ഇങ്ങനെ പോയാൽ ഉറപ്പായിട്ടും നടക്കും. നീ സ്വപ്നം കണ്ടുകൊണ്ട് പറയുന്ന പോലെ തന്നെയാണ് നീ ഇപ്പൊ പറഞ്ഞത്. പക്ഷെ ഒരു കാര്യം പറയാലോ, നിന്റെ ഡ്രീം അതെന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനും അങ്ങനെ തന്നെയാണ് ഓർത്തത്. എന്റെ ചേട്ടന് അതൊക്കെ ഇഷ്ടപ്പെട്ടെന്നു. പക്ഷെ അവനത് കള്ളം പറയുമായിരുന്നു. എന്റെ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ അവനൊരു ഡീമൻ കോഡായിരുന്നു. എന്റെ അച്ഛന്റെ അത്ര മോശം അല്ല, എന്റെ അച്ഛനേക്കാൾ മോശമായിരുന്നു. അവന്റെ 13ാമത്തെ വയസ്സിൽ അവന്റെ അച്ഛനെ, അവന്റെ നാട്ടിലുള്ള എല്ലാരെയും, അവന്റെ ക്ലാനിലുള്ള ഈച്ച് ആൻഡ് എവരി മെമ്പേഴ്സിനെ അവൻ തന്നെ. ആസ്റ്റയ്ക്ക് ഒന്നും തന്നെ മിണ്ടാൻ പറ്റുന്നില്ല. പുള്ളിക്കാരനായിട്ട് ഇങ്ങനെ അനങ്ങാൻ നിൽക്കുകൊണ്ട് ഇതൊക്കെ കേട്ടോണ്ട് അപ്പൊ തന്നെ നമ്മുടെ ഈച്ചക പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അവൻ വിടുന്ന് വിട്ടു. എന്നിട്ട് നിന്റെയൊക്കെ കൂടെ അവിടെ ഈസി ആയിട്ട് ജീവിക്കുവാണ്. ഇനി നീ പറ, നിനക്ക് അവനെ ട്രസ്റ്റ് ചെയ്യാൻ സാധിക്കുമോ? അങ്ങനെ ട്രസ്റ്റ് ചെയ്താൽ അവിടെ എന്ത് സെൻസ് ആണുള്ളത്? ഇതിനെക്കുറിച്ചൊന്നും എനിക്കറിയാൻ മേല. പക്ഷെ എന്റെ മനസ്സ് പറയുന്നത് ഞാൻ കണ്ട ക്യാപ്റ്റൻ യാമിനെ വിശ്വസിക്കാനാണ്. ഈച്ചക ഒന്നും മിണ്ടാതെ തന്നെ നിൽക്കും. എന്നിട്ട് പുള്ളിക്കാരി പറയുന്നുണ്ട്, നീ എന്ത് വർത്താനാണ് ഇപ്പൊ പറഞ്ഞത്? ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് സത്യം. അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്. ഒരിക്കലും എന്റെ ക്യാപ്റ്റൻ അങ്ങനെ ചെയ്യത്തില്ല. നീ ക്യാപ്റ്റന്റെ സിസ്റ്റർ ഒക്കെ ആയിരിക്കാം, പക്ഷെ ഇതൊരിക്കലും എനിക്ക് വിട്ടുകളയാൻ പറ്റത്തില്ല. അങ്ങനെയാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ ഇത് പ്രൂവ് ചെയ്. നീ അവന്റെ കൂടെ കുറെ നാൾ ഉണ്ടായിരുന്നല്ലേ? അവൻ നിനക്ക് തന്ന സ്ട്രെങ്ത് കൊണ്ട് നീ അത് പ്രൂവ് ചെയ്യാ. ഞാനൊന്ന് സീരിയസ് ആകാൻ പോകുവാണ്. നിന്റെ ആഗ്രഹവും അത് തന്നെയല്ലേ? എന്നിട്ട് പുള്ളിക്കാരുടെ ഒരു ഫോം അവേക്കൺ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, ഈ ബാറ്റിൽ ഇവിടെ വെച്ച് നീ മരിച്ചു കഴിഞ്ഞാൽ അത് എന്റെ കുറ്റമാണെന്ന് നീ ഒരിക്കലും പറയാൻ പാടില്ലെന്ന് പറയുന്നത് തന്നെ ആസ്റ്റ് നേരെ ബാക്കിലേക്ക് ചാടും. എന്നാൽ അപ്പോൾ തന്നെ ഈ ചിക്ക പുള്ളിക്കാരുടെ പവേഴ്സ് യൂസ് ചെയ്ത് ആസ്റ്റിനെ അടുത്തേക്ക് വലിക്കും. എന്നിട്ട് ആസ്റ്റിനെ അറ്റാക്കും ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഡെവിൾ യൂണിയൻ യൂസ് ചെയ്ത് അതെല്ലാം ക്യാൻസൽ ഔട്ട് ചെയ്യും. എന്നെ അഫക്ട് ചെയ്യുന്ന മാജിക്കോ യൂറോക്കോ എന്ത് വേണമെങ്കിലും എനിക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. പക്ഷെ എന്ന് പറയുന്നത് തന്നെ ആസ്റ്റിനെ ചവിട്ടി പുള്ളിക്കാരി ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് ഇടും. അവിടെ നിന്നുകൊണ്ട് തന്നെ ആസ്റ്റ പുള്ളിക്കാരന്റെ നെക്സ്റ്റ് അറ്റാക്ക് പ്രിപ്പയർ ചെയ്ത് അറ്റാക്കും ചെയ്യുന്നുള്ളൂ. പക്ഷെ അതാവട്ടെ നമ്മുടെ ഈ ചിക്ക ഡോഡ്ജും ചെയ്യും. ആസ്റ്റ് ആയിട്ട് ആ ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ വേണ്ടി നേരെ അവളുടെ അടുത്തേക്ക് വന്നിട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും പുള്ളിക്കാരുടെ തൊട്ട് ഫ്രണ്ടിൽ നിന്ന് തന്നെ പുള്ളിക്കാരി വഴുതി മാറും. എന്റെ പുള്ളിക്കാരി ആസ്റ്റയുടെ തലയുടെ മുകളിലാണ് നിൽക്കുന്നത്. പുള്ളിക്കാരി പറയുന്നുണ്ട്, എന്റെ ഡാർക്ക് യുജിത്സു ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുന്നത് മാർഷൽ ആർട്സിന്റെ ഇടയ്ക്കും അത് മാത്രമല്ലാതെ സോർഡ് ഫൈറ്റിന്റെ ഇടക്കുമാണ്. ഇവിടെ വെച്ച് ഞാനിത് ചെയ്യാൻ പോകുവാണ്. എന്നിട്ട് കുറെ അധികം കുഞ്ഞു സ്റ്റാർസ് യൂസ് ചെയ്ത് പുള്ളിക്കാരുടെ റെപ്ലിക്കാസും ക്രിയേറ്റ് ചെയ്യും. ആശയ്ക്ക് ഇനി എന്നെ തൊടാൻ പറ്റത്തില്ല എന്ന് പുള്ളിക്കാരിക്ക് നല്ല ധൈര്യം ഉണ്ടായിരുന്നു. എന്നാൽ അപ്പൊ തന്നെ ആശ പുള്ളിക്കാരുടെ അടുത്ത സോർഡ് എടുക്കും. ഡീമൺ ഡിസ്ട്രോയർ യൂസ് ചെയ്ത് ആശ അത് എല്ലാം തന്നെ ക്യാൻസൽ ഔട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് രണ്ടുപേർക്ക് ഒരു കാര്യം മനസ്സിലായി, അവർ രണ്ടുപേരും ഈക്വൽ ആണ്. യുജിത്സുവിന്റെ കാര്യത്തിലാണെങ്കിലും മാജിക്കിന്റെ കാര്യത്തിലാണെങ്കിലും സ്കിൽസിന്റെ കാര്യത്തിലാണെങ്കിലും ഈക്വൽ ആണ്. ഇവിടുത്തെ ഏറ്റവും വലിയ കോൺടെസ്റ്റ് വരാൻ പോകുന്നത് സെറ്റന്റെ കാര്യത്തിലാണ്. ആസ്റ്റ ഒരു സക്സസ്ഫുൾ തന്നെ ഒരു അറ്റാക്ക് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിലും പുള്ളിക്കാരി പെട്ടെന്ന് ഡോഡ്ജ് ചെയ്തിട്ട് ആസ്റ്റയുടെ തലയെ ചവിട്ടുന്നുണ്ട്. ആസ്റ്റ തെറിച്ച് താഴത്തേക്ക് പോവുകയും ചെയ്യും. നീ എന്തൊക്കെ ചെയ്തിട്ടും ഇവിടെ കാര്യമില്ല, കാരണം നിനക്ക് ഒരിക്കലും എന്നെ സർപ്പാസ് ചെയ്യാൻ സാധിക്കത്തില്ല.
സെറ്റിന്റെ കാര്യത്തിൽ മറ്റുള്ളവരെക്കാട്ട് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരാളെയാണ് ഞങ്ങൾ എല്ലാവരും കണക്കാക്കുന്നത്. അയാൾക്ക് റാങ്കും കൊടുക്കും ഷോഗൺ. നീ പറഞ്ഞത് വിസാർഡ് കിങ് അതാണെന്നല്ലേ, പക്ഷെ നിനക്കതെങ്ങനെ സാധിക്കും? നിനക്ക് നല്ല റെസൊല്യൂഷൻ ഇല്ല, നിനക്ക് നല്ല സ്കിൽസ് ഇല്ല, എന്നിട്ട് നീ എങ്ങനെ വിസാർഡ് കിങ് ആകുമെന്നാണ് നീ എന്നോട് പറയുന്നത്? ആസ്റ്റ അവിടുന്ന് കേൾക്കാൻ നേരത്ത് പതൊക്കെ എഴുന്നേക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് നിന്റെ കീ ഫീൽ ചെയ്യാൻ സാധിക്കും. നിനക്ക് എന്നോടും ക്യാപ്റ്റൻ യാമിയോടും ദേഷ്യമുണ്ട്. നിന്റെ ഹൃദയത്തിൽ എവിടെയോ അതല്ലാതെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. അതെനിക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്. ഇത് കേൾക്കാൻ നേരത്ത് തന്നെ ഈ ചിക്ക് നന്നായിട്ട് ദേഷ്യം വരും. നിനക്ക് എന്നെ നന്നായിട്ട് അറിയാവുന്ന പോലെ അഭിനയിക്കുവാണെന്നും പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും ഒരേപോലെ സെറ്റ് യൂസ് ചെയ്ത് പരസ്പരം അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകാൻ നേരത്ത് പെട്ടെന്ന് അവിടേക്ക് റിയു വന്ന് അവരെ രണ്ടുപേരും ഒരേപോലെ തടയും. അപ്പൊ തന്നെ പുള്ളിക്കാരുടെ ഫോം ഒക്കെ മാറ്റിയിട്ട് അവിടെ കിടന്ന് അപ്പോളജൈസ് ചെയ്യുന്നുണ്ട്. ആസ്റ്റർക്ക് പുള്ളിക്കാരൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് കുറച്ച് ഒരേക്ക് വരുന്നുണ്ടല്ലോ ആസ്റ്റ, നീ ഓക്കെ അല്ലേ? ആസ്റ്റ മനസ്സിൽ പറയുന്നുണ്ട്, എനിക്ക് അവിടെ ഫുള്ളി സെറ്റൻ യൂസ് ചെയ്യാൻ സാധിച്ചില്ല, അതുകൊണ്ട് ഈ ഫൈറ്റിൽ ഞാൻ തന്നെയാണ് തോറ്റത്. പക്ഷെ എനിക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ എനിക്കത് സാധിക്കും. റിയുസാൻ എന്നോട് ക്ഷമിക്കും, ഞാൻ കാരണം നിങ്ങളുടെ കൈ അത് കുഴപ്പമൊന്നുമില്ല, അത് ഫുമ്മി മുട്ടം നോക്കിയോളൂ. എന്നിട്ട് നമുക്ക് പോകാന്ന് പറയാൻ നേരത്ത് പെട്ടെന്ന് പുള്ളിക്കാരൻ തിരിഞ്ഞു നോക്കിയിട്ട് പറയുന്നുണ്ട്, അവസാനം അവരിവിടെ എത്തിയിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ സിസ്റ്ററിനെയാണ് കാണിക്കുന്നത്. പുള്ളിക്കാരൻ പറയുന്നുണ്ട്, ഇത് കൊള്ളാലോ, ഞാനിത് കഥകളിൽ മാത്രമേ കേട്ടുള്ളൂ, പക്ഷെ അത് റിയൽ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നല്ലേ, ഇതാണല്ലേ അപ്പൊ ലാൻഡ് ഓഫ് ദി സൺ. പുള്ളിക്കാരുടെ കൂടെ തന്നെ 2 പലലയൻസും ഉണ്ട്. നാളെ തന്നെ അടുത്ത വീഡിയോ വരുന്നുണ്ട്. അത് മിസ്സാക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ പേജ് ഇപ്പൊ തന്നെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്ക്.